ഹലോ, ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് നമ്മുടെ തേർഡ് മൊഡ്യൂളിൽ രണ്ട് ഭാഗങ്ങളുണ്ട്. അതിൽ പെട്ട ഒരു ഭാഗമാണ്, അഥവാ ഡിജിറ്റൽ ടു അനലോഗ് കൺവെർട്ടർ DAC. ഇതാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പറയുന്നത്. ഡിജിറ്റൽ ടു അനലോഗ് കൺവെർട്ടർ, ഡിജിറ്റൽ സിഗ്നലിനെ എങ്ങനെ അനലോഗ് സിഗ്നലായിട്ട് കൺവേർട്ട് ചെയ്യാം, അതിൻ്റെ സർക്യൂട്ടുകൾ ഏതൊക്കെ എന്നുള്ള കാര്യങ്ങളാണ്. അതുപോലെ ഒരു സർക്യൂട്ടും കൂടെ ഉണ്ട്, അതാണ് അനലോഗ് ടു ഡിജിറ്റൽ കൺവെർട്ടർ ADC. അനലോഗ് സിഗ്നലിനെ എങ്ങനെ ഡിജിറ്റൽ സിഗ്നലായിട്ട് കൺവേർട്ട് ചെയ്യാം. അപ്പോൾ ഇന്നത്തെ നമ്മൾ ഡിസ്കഷന് ഡിജിറ്റൽ ടു അനലോഗ് കൺവെർട്ടറാണ്, DACയെ കുറിച്ചാണ്. അപ്പോൾ ഡിജിറ്റൽ സിഗ്നലിനെ എങ്ങനെയൊക്കെ അനലോഗ് സിഗ്നലാക്കി മാറ്റാം, മെയിനായിട്ട് എത്ര തരത്തിലുള്ള DACകളുണ്ട് ബേസിക്കായിട്ട് എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ ഇതാണ് ഈ ഒരു പിക്ചറാണ് ബേസിക് ആയിട്ടുള്ള ഒരു DACയുടെ ബ്ലോക്ക് ഡയഗ്രാം എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൽ മെയിനായിട്ട് 4 ബ്ലോക്കുകളാണ് നിങ്ങൾക്ക് കാണാൻ കഴിയുന്നത്. ഒന്ന് വോൾട്ടേജ് റെഫറൻസ്, ഒരു റെഫറൻസ് വോൾട്ടേജ് കൊടുക്കേണ്ടതുണ്ട്. ആ റെഫറൻസ് വോൾട്ടേജിനെ ബേസ് ചെയ്തുകൊണ്ടാണ് ഈ സർക്യൂട്ട് മൊത്തത്തിൽ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ആ റെഫറൻസ് വോൾട്ടേജ് എത്രയാണ് കൊടുക്കുന്നത് അതിന് ബേസ് ചെയ്തുകൊണ്ട്, അല്ലെങ്കിൽ അതിന് പ്രൊപ്പോർഷണലായിട്ട് ഈ സർക്യൂട്ട് അതിൻ്റെ റിസൾട്ട് തരുന്നു. അപ്പോൾ ഫസ്റ്റ് ബ്ലോക്ക് എന്ന് പറയുന്നത് വോൾട്ടേജ് റെഫറൻസ് ആണ്. ആ വോൾട്ടേജ് റെഫറൻസിൽ നിന്ന് വരുന്ന ഔട്ട്പുട്ടാണ് VR. ഇനി അടുത്ത ബ്ലോക്കാണ് റെസിസ്റ്റീവ് നെറ്റ്വർക്ക്. വളരെ പ്രധാനപ്പെട്ട ഒരു ബ്ലോക്കാണ്. ഈ റെസിസ്റ്റീവ് നെറ്റ്വർക്കാണ് നമുക്ക് കൊടുക്കുന്ന ഡിജിറ്റൽ ഇൻപുട്ടിനെ അനലോഗ് ആക്കിയിട്ട് കൺവേർട്ട് ചെയ്യുന്ന ബ്ലോക്ക് ഈ റെസിസ്റ്റീവ് നെറ്റ്വർക്കായിരിക്കും. മാത്രമല്ല, ഈ റെസിസ്റ്റീവ് നെറ്റ്വർക്കിനെ ബേസ് ചെയ്തുകൊണ്ടാണ്, അത് ഏത് ടൈപ്പാണ് എന്നതിനെ ആസ്പദമാക്കിയാണ് ഈ DACയെ തരംതിരിച്ചിരിക്കുന്നത്. അത് തുടർന്ന് വരുന്നുണ്ട്. അപ്പോൾ ഈ റെസിസ്റ്റീവ് നെറ്റ്വർക്ക് ഏത് ടൈപ്പാണ് എന്നതിനെ ബേസ് ചെയ്തുകൊണ്ട് വരുന്ന DACകൾ, അതാണ് നമുക്ക് തുടർന്ന് ഇവിടെ പറയാനുള്ളത്. ഈ ഭാഗം എന്ന് പറയുന്നത് ഡിജിറ്റൽ സിഗ്നലിനെ അനലോഗ് ആക്കിയിട്ട് കൺവേർട്ട് ചെയ്യുന്ന ഒരു പോർഷനാണ്, ഒരു ബ്ലോക്കാണ്. ഇവിടെ നോക്കുക, ഡിജിറ്റലി കൺട്രോൾഡ് സ്വിച്ച് എന്ന് പറയാൻ കാരണം ഡിജിറ്റൽ ഇൻപുട്ട് അതിലേക്കാണ് കൊടുക്കുക. ഇവിടെ കാണിച്ചിട്ടുണ്ട് MSB LSB. ഡിജിറ്റൽ സിഗ്നലിൽ ഉദാഹരണമായിട്ട് 101 ആണെങ്കിൽ ഇതാണ് LSB, ലീസ്റ്റ് സിഗ്നിഫിക്കൻ്റ് ബിറ്റ്. ഇത് MSB, മോസ്റ്റ് സിഗ്നിഫിക്കൻ്റ് ബിറ്റ് എന്നീ രൂപത്തിലായിരിക്കും. അപ്പോൾ ആ ഡിജിറ്റൽ ബിറ്റുകളെ നമ്മൾ കൊടുക്കുക ഡിജിറ്റലി കൺട്രോൾഡ് സ്വിച്ചിലേക്കായിരിക്കും. ഡിജിറ്റൽ സിഗ്നലിനെ ബേസ് ചെയ്തുകൊണ്ട് വർക്ക് ചെയ്യുന്ന സ്വിച്ചിലേക്കായിരിക്കും. അപ്പോൾ ഇവിടെ വരുന്ന ഡിജിറ്റൽ ഇൻപുട്ടിനെ ബേസ് ചെയ്തുകൊണ്ട് ഈ സ്വിച്ച് ആക്ഷൻ എടുക്കും. അതിനനുസരിച്ച് ഒരു സിഗ്നൽ ഫ്ലോ ഇവിടെ ഉണ്ടാവും. അതാണ് റെസിസ്റ്റീവ് നെറ്റ്വർക്കിലേക്ക് വരുന്നത്. ആ റെസിസ്റ്റീവ് നെറ്റ്വർക്ക് അതിനെ കറണ്ട് ഔട്ട്പുട്ടായിട്ട് കറണ്ടിലേക്ക് കൺവേർട്ട് ചെയ്യും. കറണ്ടായി കഴിഞ്ഞാൽ അത് അനലോഗായി മാറി. എന്നിട്ട് ഇവിടെ കാണിക്കുന്നത് നമുക്ക് വേണമെങ്കിൽ ആ കറണ്ട് ഔട്ട്പുട്ടായിട്ട് നമുക്ക് അതിനെ എടുക്കാവുന്നതാണ്, ഓപ്ഷണലാണ്. ഇനി അതിൽ നമുക്ക് വോൾട്ടേജ് രൂപത്തിലാണ് വേണ്ടതെങ്കിൽ I to V കൺവെർട്ടർ, കറണ്ടിനെ വോൾട്ടേജിലേക്ക് കൺവേർട്ട് ചെയ്യുന്നു. അനലോഗ് ഔട്ട്പുട്ട് VO എന്നുള്ള ഔട്ട്പുട്ട് ഔട്ട്പുട്ട് വോൾട്ടേജ് ആയിട്ട് നമുക്ക് ലഭിക്കുന്നു. അപ്പോൾ ഇതാണ് ബേസിക് ആയിട്ടുള്ള DACയുടെ ബ്ലോക്ക് ഡയഗ്രാം.
അപ്പോൾ ഇവിടെ പറയുന്നത് ദ ബ്ലോക്ക് ഡയഗ്രാം ഓഫ് എ റെസിസ്റ്റീവ് ടൈപ്പ് DAC ഈസ് ഷോൺ ഹിയർ. നമ്മൾ കാണിച്ചു കഴിഞ്ഞു. ഓക്കെ, ദ ബേസിക് ബിൽഡിംഗ് ബ്ലോക്സ് ആർ, ആ ബ്ലോക്ക് ഡയഗ്രത്തിലുള്ള ബേസിക് ബിൽഡിംഗ് ബ്ലോക്കുകൾ ഒന്ന് റെസിസ്റ്റീവ് നെറ്റ്വർക്ക് പറഞ്ഞു കഴിഞ്ഞു. റെസിസ്റ്റീവ് നെറ്റ്വർക്ക് ഡിജിറ്റൽ സിഗ്നലിനെ അനലോഗ് ആക്കി മാറ്റുന്ന ആ ഭാഗം. അടുത്തത് ഡിജിറ്റലി കൺട്രോൾഡ് ഇലക്ട്രോണിക് സ്വിച്ചുകളെ, ഡിജിറ്റൽ സിഗ്നലിനെ ബേസ് ചെയ്തുകൊണ്ട് വർക്ക് ചെയ്യുന്ന അല്ലെങ്കിൽ ഡിജിറ്റലി കൺട്രോൾഡ് ആയിട്ടുള്ള സ്വിച്ചുകൾ. നെക്സ്റ്റ് എ വോൾട്ടേജ് റെഫറൻസ്, വോൾട്ടേജ് റെഫറൻസ് വേണം. ഈ വോൾട്ടേജ് റെഫറൻസിനെ ബേസ് ചെയ്തുകൊണ്ടാണ് സർക്യൂട്ട് അതിൻ്റെ ആക്ഷൻ എടുക്കുക. നെക്സ്റ്റ് കറണ്ട് ടു വോൾട്ടേജ് കൺവെർട്ടർ, ലാസ്റ്റ് അവിടെ കിട്ടിയിരിക്കുന്ന റെസിസ്റ്റീവ് നെറ്റ്വർക്കിൽ കിട്ടിയിരിക്കുന്ന കറണ്ടിനെ വോൾട്ടേജിലേക്ക് കൺവേർട്ട് ചെയ്യുന്ന ബ്ലോക്ക് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. എ ഡിജിറ്റൽ ഇൻപുട്ട് കോഡ് ഈസ് അപ്ലൈഡ് ടു ദ റെസിസ്റ്റീവ് നെറ്റ്വർക്ക് വൈ ദ ഡിജിറ്റലി കൺട്രോൾഡ് സ്വിച്ച്. അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഡിജിറ്റലി കൺട്രോൾഡ് സ്വിച്ച് മുഖേന ഡിജിറ്റൽ ഇൻപുട്ടിന് എന്ത് ചെയ്യുന്നു, ഈ സ്വിച്ച് മുഖേന റെസിസ്റ്റീവ് നെറ്റ്വർക്കിലേക്ക് കൊടുത്തിരിക്കുന്നു. അപ്പോൾ അത് കണ്ടു കഴിഞ്ഞു. ആ എന്ത് ചെയ്തു, ഡിജിറ്റലി കൺട്രോൾഡ് സ്വിച്ച് വഴി നമ്മൾ ഇൻപുട്ടിനെ റെസിസ്റ്റീവ് നെറ്റ്വർക്കിലേക്ക് നമ്മൾ കണക്ട് ചെയ്തിരിക്കുന്നു. ദ ഡിജിറ്റൽ കൺട്രോൾഡ് സ്വിച്ചസ് ആർ ടേൺഡ് ഓൺ ഓർ ഓഫ് ബൈ ഡിജിറ്റൽ ഇൻപുട്ട്. ആ ഡിജിറ്റൽ ഇൻപുട്ട് എന്താണോ, അഥവാ അത് ബൈനറി ബിറ്റുകളായിരിക്കുമല്ലോ. ഉദാഹരണമായിട്ട് 101 എന്നായിക്കോട്ടെ, ഈ ഒരു ബിറ്റാണ്. അപ്പോൾ ഓരോ ബിറ്റിനനുസരിച്ചും അത് എന്താണോ അതിനനുസരിച്ച് ആ സ്വിച്ചുകൾ എന്ത് ചെയ്യും, ആക്ഷൻ എടുക്കും. 1ന് കറസ്പോണ്ടിങ് ആയിട്ട് ഒരു ആക്ഷൻ ആണെങ്കിൽ അതിന് ഓപ്പോസിറ്റ് ആയിട്ട് 0യിൽ വേറെ ആക്ഷൻ ആയിരിക്കും. അതെന്താണെന്ന് ഇവിടെ പറയുന്നുണ്ട്. അപ്പോൾ അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ദ ഔട്ട്പുട്ട് റെസിസ്റ്റീവ് നെറ്റ്വർക്ക് ഈസ് എ ഫോം ഓഫ് കറണ്ട്. തുടർന്ന് വരുന്ന റെസിസ്റ്റീവ് നെറ്റ്വർക്കിൽ വരുന്ന ഔട്ട്പുട്ട് അത് കറണ്ടിൻ്റെ രൂപത്തിലായിരിക്കും. അത് നമുക്ക് എന്ത് ചെയ്യാം, വോൾട്ടേജിലേക്ക് കൺവേർട്ട് ചെയ്യാം എന്നാണ്. ഇറ്റ് ക്യാൻ ബി കൺവേർട്ടഡ് ടു വോൾട്ടേജ്. അവിടെ ഒരു എന്തുണ്ട്, കറണ്ട് ടു വോൾട്ടേജ് കൺവെർട്ടർ ഉണ്ട്. ഓക്കെ, അങ്ങനെ നമ്മൾ എന്ത് ചെയ്യുന്നു, ഡിജിറ്റൽ ഇൻപുട്ട് കോഡിൽ നിന്ന് അനലോഗ് ഔട്ട്പുട്ട് ഒബ്റ്റെയിൻ ചെയ്യുന്നു. ഇതാണ് പറഞ്ഞിരിക്കുന്നത്. ഇനി നോക്കുക, ഡിപ്പെൻഡിങ് ഓൺ ദ ടൈപ്പ് ഓഫ് റെസിസ്റ്റൻസ് നെറ്റ്വർക്ക്. നെറ്റ്വർക്കിന് റെസിസ്റ്റൻസ് നെറ്റ്വർക്കിനെ ബേസ് ചെയ്തുകൊണ്ട്, അത് ഏത് ടൈപ്പാണോ ഉപയോഗിച്ചിരിക്കുന്നത് അതിനെ ബേസ് ചെയ്തുകൊണ്ട് മെയിനായിട്ട് 3 തരത്തിലുള്ള DACകളാണ് നമുക്ക് ഉള്ളത്. ഒന്ന് ബൈനറി വെയ്റ്റഡ് റെസിസ്റ്റർ DAC, ബൈനറി വെയ്റ്റഡ് ആയിട്ടുള്ള റെസിസ്റ്റേഴ്സ് ഉള്ള DAC ഉണ്ടാവും. അതെന്താണ് ബൈനറി വെയ്റ്റഡ് എന്ന് കൊണ്ട് എന്താണ് ഉദ്ദേശിച്ചതെന്ന് നമുക്ക് സർക്യൂട്ട് പറയുമ്പോൾ ഡിസ്കസ് ചെയ്യാം. നെക്സ്റ്റ് R2R ലാഡർ ടൈപ്പ് DAC. നെക്സ്റ്റ് ഇൻവേർട്ടഡ് R2R ലാഡർ ടൈപ്പ്. ഇത് രണ്ടും സെയിം ആണ്, പക്ഷേ ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന ഈ 2ഉം 3ലും ഉപയോഗിച്ചിരിക്കുന്ന ഓപ്പാമ്പ് ഇവിടെ നോൺ ഇൻവെർട്ടിങ്ങും ഇൻവെർട്ടറിൽ ഇൻവെർട്ടിങ്ങും പിന്നെ ഓപ്പാമ്പ് ആയിരിക്കും, ആംപ്ലിഫയർ ആയിരിക്കും. അപ്പോൾ ഫസ്റ്റ് ഇത് ബൈനറി വെയ്റ്റഡ് റെസിസ്റ്റർ DAC. എന്താണ് ബൈനറി വെയ്റ്റഡ് റെസിസ്റ്റർ DAC എന്ന് പറയുന്നത്? നോക്കുക, ദ സർക്യൂട്ട് യൂസസ് എ നെറ്റ്വർക്ക് ഓഫ് ബൈനറി വെയ്റ്റഡ് റെസിസ്റ്റേഴ്സ് ആൻഡ് സമ്മിങ് ആംപ്ലിഫയർ. സർക്യൂട്ടിൽ എന്തുണ്ടാവും, ബൈനറി വെയ്റ്റഡ് റെസിസ്റ്റേഴ്സ് ഉണ്ടാവും. അതുപോലെ ഫൈനലായിട്ട് ഔട്ട്പുട്ടിൻ്റെ ആ ഭാഗത്ത് ഒരു സമ്മിങ് ആംപ്ലിഫയർ ഉണ്ടാവും, ഒരു ഓപ്പാമ്പ് ഉണ്ടാവും, ഓപ്പറേഷണൽ ആംപ്ലിഫയർ. വിത്ത് ഈച്ച് ബൈനറി ഇൻപുട്ട് വിത്ത് എ സ്വിച്ച് ഈസ് കണക്റ്റഡ്. ഓരോ ബൈനറി ഇൻപുട്ടിലേക്കും ഓരോ സ്വിച്ചുകൾ ഉണ്ടാവും. അത് സർക്യൂട്ട് തുടർന്ന് വരുമ്പോൾ നിങ്ങൾക്ക് നോക്കിയാൽ അത് മനസ്സിലാക്കാൻ കഴിയും. ഓരോ ഇൻപുട്ട് ബിറ്റിലേക്കും ഓരോ സ്വിച്ചുകൾ ഉണ്ടാവും. എന്ന് പറഞ്ഞാൽ 101 എന്നുള്ള ഒരു ബൈനറി ബിറ്റാണെങ്കിൽ ഈ ഓരോന്നിനും കറസ്പോണ്ടിങ് ആയിട്ട് ഓരോ സ്വിച്ചുകൾ ഉണ്ടാവും. അതുപോലെ ഇവിടെ ഉണ്ടാവും, ഇവിടെ ഉണ്ടാവും.
അപ്പോൾ അവിടെ എന്താണോ ഉള്ളത് അതിന് ബേസ് ചെയ്തുകൊണ്ടാണ് ഈ സ്വിച്ച് വർക്ക് ചെയ്യുക. അതനുസരിച്ചാണ് അവിടെ കറണ്ട് ഫ്ലോ ഉണ്ടാവുക. അതിന് പ്രൊപ്പോർഷണൽ ആയിട്ടുള്ള ഔട്ട്പുട്ട് നമുക്ക് ലഭിക്കുന്നു. അപ്പോൾ ഇഫ് ദ ബിറ്റ് ഈസ് 1, ബിറ്റ് 1 ആണെങ്കിൽ സ്വിച്ച് ക്ലോസ് ആയിരിക്കും, അഥവാ കറണ്ട് ഫ്ലോ ഉണ്ടാകും അതിലൂടെ. ഇനി അത് 0 ആണെങ്കിൽ, ബിറ്റ് 0 ആവാലോ, 0 ആണെങ്കിൽ സ്വിച്ച് ഈസ് ഓപ്പൺ, സ്വിച്ച് ഓപ്പൺ ആണ്, അപ്പോൾ അതിലൂടെ കറണ്ട് ഫ്ലോ ചെയ്യില്ല. അപ്പോൾ അതാണ് ബൈനറിനെ ബേസ് ചെയ്തുകൊണ്ട് വർക്ക് ചെയ്യുന്ന ഡിജിറ്റലി കൺട്രോൾഡ് സ്വിച്ചിൻ്റെ പർപ്പസ്. അതിൻ്റെ ഒരു സർക്യൂട്ട് ഡയഗ്രാമാണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്. നോക്കുക, D1, D2, D3 ഇങ്ങനെ പോയിട്ട് DN വരെ അത്രയും ബിറ്റുകൾ എത്രയാണുള്ളത് എന്ന് വെച്ചാൽ അത്രയും ബിറ്റുകൾ ഉണ്ടാവും. അത് ഒരു ഡിജിറ്റലി കൺട്രോൾഡ് സ്വിച്ച്, ഓരോ ബിറ്റും ഓരോ സ്വിച്ചിലേക്കാണ് കണക്ട് ചെയ്തിരിക്കുന്നത്. ആ സ്വിച്ച് ഇവിടെ വരുന്ന ബൈനറിക്ക് അനുസരിച്ച് എന്ത് ചെയ്യും, അത് ആക്ഷൻ എടുക്കും. 1 ആണെങ്കിൽ ഓപ്പൺ, 1 ആണെങ്കിൽ ക്ലോസ്ഡ്, 0 ആണെങ്കിൽ ഓപ്പൺ. അപ്പോൾ ആ രൂപത്തിൽ എന്ത് ചെയ്യുന്നു, ഈ സ്വിച്ചുകൾ ഡിജിറ്റലി കൺട്രോൾഡ് സ്വിച്ച് ആയതുകൊണ്ട് തന്നെ ഈ സ്വിച്ചുകൾ ആക്ഷൻ എടുക്കുന്നു. ഇനി ഇവിടെ ഉള്ളത്, അവിടെ നിന്ന് വരുന്ന ഔട്ട്പുട്ടുകൾ കടന്നു പോകുന്നത്, ഇവിടെ നോക്കുക, 2R ബൈനറി വെയ്റ്റഡ് റെസിസ്റ്റർ എന്ന് എന്തുകൊണ്ടാണ് പറയുന്നത് നോക്കുക. 2R, അതിന് തൊട്ടടുത്തുള്ള റെസിസ്റ്റർ നോക്കുക, 2⁻²R, 2³ R, ഫൈനൽ 2⁻n R. അപ്പോൾ റെസിസ്റ്ററിൻ്റെ വാല്യൂ അത് ഒരു പ്രൊപ്പോർഷണലായിട്ട് കൂടിക്കൊണ്ടേയിരിക്കുന്നുണ്ട്. അപ്പോൾ ഒരു വൈഡ് റേഞ്ച് ഓഫ് ഇൻപുട്ടൊക്കെ ഉണ്ടെങ്കിൽ അപ്പോൾ അതിനനുസരിച്ച് വലിയ റേഞ്ച്, ഇപ്പോൾ നമുക്ക് 2⁻n ഉദാഹരണമായിട്ട് ഒരു 10 വാല്യൂസ് ഓഫ് ബിറ്റ്സ് അല്ലെങ്കിൽ 10 ബിറ്റ്സ് ഇൻപുട്ടായിട്ടുണ്ടെങ്കിൽ 2⁻10 × R എത്ര ആയിരുന്നോ അത്രയും റെസിസ്റ്റേഴ്സ്, അത്രയും വൈഡ് റേഞ്ച് ഓഫ് റെസിസ്റ്റേഴ്സ് ഇവിടെ ആവശ്യമായിട്ട് വരും. അപ്പോൾ അതാണ് ഇതിൻ്റെ ഒരു വിഷയം. അപ്പോൾ ഓരോന്നിന്നും വരുന്ന റെസിസ്റ്ററിൽ നിന്ന് വരുന്ന കറണ്ടുകളെ ഇവിടെ I1, I2, I3, ഇവിടെ I⁻n ആണ്. അത് ഓരോന്നും എടുത്തിട്ട് സമ്മ് ചെയ്യുന്നു. സമ്മ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇവിടെ ഒരു ആംപ്ലിഫയർ ഉള്ളത്, ഒരു ഓപ്പറേഷണൽ ആംപ്ലിഫയർ, സമ്മിങ് ആംപ്ലിഫയർ ആയിട്ട് അതിലൂടെ കടത്തി വിട്ടിട്ട് ഫൈനലായിട്ട് നമുക്ക് VO എന്നുള്ള ഒരു ഔട്ട്പുട്ട്, VO എന്ന് ലഭിക്കുന്നത് ആ കറണ്ടിനെ നമ്മൾ എന്ത് ചെയ്യും, വോൾട്ടേജിലേക്ക് കൺവേർട്ട് ചെയ്യും. ആ കൺവേർട്ട് ചെയ്തിട്ട് VO എന്നുള്ള ഔട്ട്പുട്ട് ലഭിക്കുന്നു. അപ്പോൾ ഇവിടെ ബൈനറി വെയ്റ്റഡ് റെസിസ്റ്റർ എന്ന് പറയാൻ കാരണം ഇതാണ്. 2R, അതിന് അടുത്തത് 2⁻²R എന്നുള്ള രൂപത്തിൽ എത്ര ബിറ്റാണോ അതിനനുസരിച്ച് എന്ത് ചെയ്യും, ആ റേഞ്ച് കൂടിക്കൊണ്ടേയിരിക്കും. അപ്പോൾ ഈ ബൈനറി വെയ്റ്റഡ് റെസിസ്റ്റർ ഉപയോഗിച്ചിട്ടുള്ള ഓരോ ഇൻഡിവിജ്വൽ ആയിട്ടുള്ള ബിറ്റിൻ്റെയും കറസ്പോണ്ടിങ് ആയിട്ട് കറണ്ട് ഫ്ലോ അല്ലെങ്കിൽ അവിടെ ഒരു ഔട്ട്പുട്ട് ലഭിക്കുന്നു. അത് എല്ലാം കൂടെ സം ചെയ്തിട്ടാണ് ഫൈനലായിട്ട് നമുക്ക് ഒരു അനലോഗ് സിഗ്നൽ ലഭിക്കുന്നത്. അപ്പോൾ ഇതാണ് ബൈനറി വെയ്റ്റഡ് DAC റെസിസ്റ്റർ DACയുടെ ബേസിക് ആയിട്ടുള്ള സർക്യൂട്ട് ഡയഗ്രാം. ഇവിടെ ഉള്ളത് നേരത്തെ പറഞ്ഞ പോലെ ഇത് റെഫറൻസ് വോൾട്ടേജ് ബ്ലോക്കിൻ്റെ ആ ഭാഗമാണ്. ഇപ്പോൾ പറഞ്ഞത് ഇത് റെസിസ്റ്റീവ് നെറ്റ്വർക്കാണ്. ഇവിടെ ഉള്ളത് ഇലക്ട്രോണിക് കൺട്രോൾഡ് സ്വിച്ചാണ്, ഡിജിറ്റലി കൺട്രോൾഡ് സ്വിച്ചുകളാണ്. ഇത് വരുന്നത് സമ്മിങ് ആംപ്ലിഫയർ ഉപയോഗിച്ചിട്ട് അവസാനം എന്തുണ്ടാവും, ഈ കറണ്ടിനെ വോൾട്ടേജിലേക്ക് കൺവേർട്ട് ചെയ്യുന്ന ഭാഗം. ആ രീതിയിലാണ് സർക്യൂട്ട് വരുന്നത്. ഓക്കെ, ദ ബൈനറി നമ്പർ ഈസ് ഗിവൺ ടു ദ സ്വിച്ചസ്. ഇവിടെ ബൈനറി നമ്പർ കണ്ടല്ലോ, ബൈനറി നമ്പർ എന്ത് ചെയ്യും, സ്വിച്ചിലേക്ക് കൊടുക്കും. അപ്പോൾ അവിടെ എന്ത് ചെയ്യും, ഒരു കറണ്ട് ഫ്ലോ ഉണ്ടാവും.
കറണ്ട് ഫ്ലോ ഉണ്ടാവും. ആ കറസ്പോണ്ടിങ് റെസിസ്റ്ററിന് ആ റെസിസ്റ്ററിലൂടെ കറണ്ട് ഫ്ലോ ഉണ്ടാവും. ഈ കറണ്ട് എന്ത് ചെയ്യും, ഒരു ഔട്ട്പുട്ട് വോൾട്ടേജിലേക്ക് ഒരു ഓപ്പാമ്പിലൂടെ എന്ത് ചെയ്യും, കണക്ട് ചെയ്യും. അങ്ങനെ ഫൈനലായിട്ട് നമുക്ക് ഒരു അനലോഗ് സിഗ്നൽ, നമ്മൾ കൊടുക്കുന്ന ഡിജിറ്റലിന് പ്രൊപ്പോർഷണലായിട്ട് ഒരു അനലോഗ് സിഗ്നൽ ഇവിടെ ലഭിക്കുന്നു എന്നാണ് ബൈനറി വെയ്റ്റഡ് DAC പറയുന്നത്. ഇവിടെ നോക്കുക, നമ്മൾ പറഞ്ഞു ഓരോ ഇൻഡിവിജ്വലായിട്ടുള്ള കറണ്ടുകളും നമ്മൾ എന്ത് ചെയ്യണം, സമ്മ് ചെയ്തിട്ടാണ് ഫൈനലായിട്ടുള്ള കറണ്ട് ഫ്ലോ അല്ലെങ്കിൽ അതിൻ്റെ വോൾട്ടേജ് നമുക്ക് ലഭിക്കുന്നത്. IO = I1 + I2 + I3 + IN = VR, റഫറൻസ് വോൾട്ടേജ് ആണ് VR. D1/2R + D2/2R + DN 2⁻⁴. ഇവിടെ റഫറൻസ് വോൾട്ടേജ് ഇല്ല, VR ആണ്, വോൾട്ടേജ് ഇൻറ്റു റെസിസ്റ്റർ. I = VR ആ രീതിയിൽ ലഭിക്കുന്നു. എന്നിട്ട് VR/R, ആറിനെ ഇവിടെ പുറത്തെടുത്ത് കഴിഞ്ഞാൽ, ഇത് മാത്സാണ്, എടുത്തെടുത്ത് കഴിഞ്ഞാൽ ഇവിടെ D1/2 ഉണ്ടായിരുന്നത്, അത് ബൈയുടെ താഴെ മുകളിൽ കൊണ്ടുപോയി കഴിഞ്ഞാൽ D1 2⁻⁻1, ഇവിടെ D2 2⁻2 + DN 2⁻⁻n. ഈ രൂപത്തിലാണ് ഇതിൻ്റെ ഇക്വേഷൻ വരുന്നത്. നെക്സ്റ്റ് R2R ലാഡർ ടൈപ്പ് DAC ആണ്. ഇവിടെ നമുക്ക് എന്തുണ്ടാവും, R2R ആണ് ഇവിടുത്തെ റെസിസ്റ്റേഴ്സ്. ലാഡർ ടൈപ്പ് DAC എന്താണ് ബൈനറി വെയ്റ്റഡും ഇതും തമ്മിലുള്ള വ്യത്യാസം നോക്കാം. R2R digital analog converter or DAC. R2R DAC is a data converter which uses two precision resistors to convert digital binary numbers. ഇവിടെ എന്തുണ്ട്, ഓരോ ബിറ്റിന് അനുസൃതമായിട്ട് 2 പ്രസിഷൻ റെസിസ്റ്റേഴ്സ് ഉണ്ടാവും. എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ പ്രാവശ്യം ഉപയോഗിച്ചിരുന്നത് ബൈനറി വെയ്റ്റഡ് റെസിസ്റ്റർ ഓരോന്നായിരുന്നു. ഇവിടെ നോക്കുക, ഓരോ ഇതിനും ബേസ് ചെയ്തിട്ടുണ്ട്, ഓരോ ബിറ്റിനനുസരിച്ചും. ഇവിടെ 2R, ഇവിടെ 2⁻2R, ഇവിടെ 2⁻3R, 2⁻nR ഇങ്ങനെയായിരുന്നു. പക്ഷേ ഇവിടെ പറയുന്നത് ഓരോ ബിറ്റിനും കറസ്പോണ്ടിങ് ആയിട്ട് 2 റെസിസ്റ്റേഴ്സ് ഉണ്ടാവും. അഥവാ ഒരു R ഉണ്ടാവും, അതുപോലെ അതിന് ഒരു 2R ഉണ്ടാവും. അപ്പോൾ 2 പ്രസിഷൻ റെസിസ്റ്റേഴ്സ് ഇവിടെ ഉണ്ടാവും ഇതിന് ഡിജിറ്റൽ ബൈനറി നമ്പറിനെ അനലോഗിലേക്ക് കൺവേർട്ട് ചെയ്യാനെന്നാണ് പറയുന്നത്. ഇനി പറയുന്നത് മുമ്പ് പറഞ്ഞതാണ്, ബൈനറി വെയ്റ്റഡ് ഡിജിറ്റൽ അനലോഗിൽ എന്തുണ്ടാവും, അനലോഗ് കൺവേർട്ടർ എന്ന് പറയുന്നത് അതിൽ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് വെയ്റ്റഡ് സം ഓഫ് ദി ഇൻഡിവിജ്വൽ ഇൻപുട്ട്, ഓരോ ഇൻഡിവിജ്വൽ ഇൻപുട്ടിൻ്റെയും വെയ്റ്റഡ് സമ്മായിരിക്കും. നമ്മൾ പറഞ്ഞല്ലോ, ആ ഇക്വേഷനിൽ പറഞ്ഞിട്ടുണ്ട്. ഇതിൽ ബൈനറി വെയ്റ്റഡ് ഡിജിറ്റലുള്ള കാര്യങ്ങൾ പറയുന്നത് അങ്ങനെ ആയിരിക്കും. പക്ഷെ അവിടെ ഒരു ഡിമെറിറ്റ് എന്താണെന്ന് വെച്ചാൽ, അവിടെ ലാർജ് റേഞ്ച് ഓഫ് പ്രസിഷൻ റെസിസ്റ്റേഴ്സ് ആവശ്യമാണ്. കാരണം n നമ്പേഴ്സൊക്കെ ഉണ്ടെങ്കിൽ 2⁻n R വലിയ ലാർജ് റേഞ്ചാണ് റെസിസ്റ്റർ ആവശ്യമുള്ളത്. അപ്പോൾ അതിനെ അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് R2R ലാഡർ ടൈപ്പ് ഉണ്ടാക്കിയിട്ടുള്ളത്. പക്ഷേ ഇവിടെ ഒരു ബിറ്റിന് തന്നെ 2 റെസിസ്റ്റർ ഉപയോഗിക്കുന്നുണ്ടെങ്കിലും R എന്താണോ അതിൻ്റെ ഇരട്ടിയുള്ള റെസിസ്റ്റർ ആയിരിക്കും 2R ഉപയോഗിക്കുക. വൈഡ് റേഞ്ച് ഇവിടെ ആവശ്യമായിട്ട് വരുന്നില്ല. ഇവിടെ കമ്പോണൻസിൻ്റെ എണ്ണം കൂടുതലായിരിക്കും, കാരണം R2R ഒരു ബിറ്റിന് തന്നെ R ഉം 2R ഉപയോഗിക്കുന്നുണ്ട്. സർക്യൂട്ട് വരുമ്പോൾ നമുക്ക് മനസ്സിലാവും. കഴിഞ്ഞതിൽ വൈഡ് റേഞ്ച് മതിയായിരുന്നു, എണ്ണം കുറവായിരുന്നു, പക്ഷേ അതിൻ്റെ റേഞ്ച് കൂടുതലായിരുന്നു. അപ്പോൾ ഇവിടെ അതിൻ്റെ ആവശ്യമില്ല, വൈഡ് റേഞ്ചിൻ്റെ ആവശ്യമില്ല എന്നാണ് പറയുന്നത്. നോക്കുക, അതാണ് സർക്യൂട്ട്. കഴിഞ്ഞ പ്രാവശ്യം ഈ ഭാഗം ഉണ്ടായിരുന്നില്ല, ഇവിടെ റെസിസ്റ്റർ ഉണ്ടായിരുന്നില്ല. ഈ റെസിസ്റ്റേഴ്സൊക്കെ ഇതിൽ വന്നതാണ്, ഇതിൽ R2R. കഴിഞ്ഞതിൽ ഇവിടെ ഉണ്ടായിരുന്ന റെസിസ്റ്റർ മാത്രം ഉണ്ടായിരുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ നോക്കുക, ഈ റെസിസ്റ്റേഴ്സ് ഉള്ളിലുള്ള റെസിസ്റ്റേഴ്സ് എല്ലാം 2R ആണ്. 2R
നേരത്തെ പോലെ 2 എന്താണോ ഉള്ളത് ഇവിടെ 2n(r) എന്നുള്ള രൂപത്തിലുള്ള വൈഡ് റേഞ്ചിൻ്റെ ആവശ്യമില്ല. എല്ലാം 2r ആണ്. r എന്താണോ ഉപയോഗിക്കുന്നത് അതിൻ്റെ ഇരട്ടിയുള്ള 2r ആണ് ഉപയോഗിക്കുന്നത്. പക്ഷേ ഇവിടെ എന്തുണ്ട്, ഇവിടെയും ഒരു റെസിസ്റ്ററും കൂടെ ഉപയോഗിക്കുന്നുണ്ട്. ഈ രൂപത്തിലാണ്. ബാക്കി കാര്യങ്ങളൊക്കെ നോക്കുക. ഇവിടെ D1 കൺട്രോൾഡ് സ്വിച്ചിൽ കടന്നു പോയിട്ട് ഒരു കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഒരു കറണ്ട് ഫ്ലോ ഉണ്ടാക്കുന്നു. അത് ഇവിടെ ഒരു ആറിലൂടെ കടന്നു പോകുന്നു. ഇവിടെയും D2, D3, Dn ഒക്കെ അതുപോലെ തന്നെയാണ്. ഇവിടെ ഒരു സമ്മിങ് ആംപ്ലിഫയർ ഉണ്ട്. ഫൈനലായിട്ട് ഒരു ഔട്ട്പുട്ട് നമുക്ക് ലഭിക്കുന്നു. ഇത് നോൺ ഇൻവേർട്ടിംഗ് സമ്മിങ് ആംപ്ലിഫയർ ആയിരിക്കും. നോൺ ഇൻവേർട്ടിംഗ് ആണ്. അപ്പോൾ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള VO നമുക്ക് ലഭിക്കുന്നു. അതാണ് രണ്ട് സർക്യൂട്ടുകൾ തമ്മിലുള്ള വ്യത്യാസം. ഫസ്റ്റ് സർക്യൂട്ടിന് ബൈനറി വെയ്റ്റഡിന് പിന്നെ വൈഡ് റേഞ്ച് ഓഫ് റെസിസ്റ്റേഴ്സ് ആവശ്യമാണ്. പക്ഷേ ഇവിടെ അതിൻ്റെ ആവശ്യമില്ല. പക്ഷേ ഇവിടെ കമ്പോണൻസിൻ്റെ എണ്ണം കൂടുതലാണെങ്കിൽ പോലും നമുക്ക് എക്സ്പെൻസീവ് ആയിട്ട് വരുന്നത് കഴിഞ്ഞ സർക്യൂട്ടാണ്. കാരണം വൈഡ് റേഞ്ച് ഓഫ് റെസിസ്റ്റേഴ്സ് അവിടെ നമുക്ക് ആവശ്യമാണ്. അതിൻ്റെ ഒരു രൂപമാണ് കാണിച്ചിട്ടുള്ളത്. ഒരു നോക്കുക, ഇവിടെയുള്ള റെസിസ്റ്റർ ഈ ഓരോ പാരലൽ റെസിസ്റ്ററിന് കറസ്പോണ്ടിങ് ആയിട്ടും ഇവിടെ റെസിസ്റ്റർ ഇവിടെ ഉണ്ട്. ഈ രൂപത്തിൽ കഴിഞ്ഞ ആ സർക്യൂട്ട് ഉണ്ടല്ലോ അതിൻ്റെ വേറെ രൂപം കാണിച്ചതാണ്. ഓക്കെ, നോക്കുക. ആൾസോ ബൈനറി വെയ്റ്റഡ് DAC ബേസ്ഡ് ഓൺ ദ ക്ലോസ്ഡ് ലൂപ്പ് ഇൻവെർട്ടിംഗ് ഓപ്പറേഷൻ ആംപ്ലിഫയർ. ബൈനറി വെയ്റ്റഡിൽ എന്തായിരുന്നു? ക്ലോസ്ഡ് ലൂപ്പ് ഇൻവെർട്ടിംഗ് ആംപ്ലിഫയർ ആയിരുന്നു ഉപയോഗിച്ചിരുന്നത്. ഇവിടെ ഒന്നും കൂടെ മച്ച് സിംപ്ലിഫയർ അപ്രോച്ചാണ്. ഇവിടെ രണ്ട് എന്താവശ്യമുള്ളൂ, പ്രസിസ്റ്റൻ റെസിസ്റ്റേഴ്സ് ആവശ്യമുണ്ട് എന്നാണ് പറയുന്നത്. പക്ഷേ വൈഡ് റേഞ്ച് ഓഫ് റെസിസ്റ്റേഴ്സ് അവിടെ ആവശ്യമില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് ഒന്നും കൂടെ സിമ്പിളാണ്. സിമ്പിൾ എന്ന് പറയുമ്പോൾ നമുക്ക് എക്സ്പെൻസീവ് അല്ല, അതുപോലെ ഇത് ലഭിക്കാൻ വേണ്ടിയിട്ട് കമ്പോണൻസ് ലഭിക്കാൻ വേണ്ടിയിട്ട് ഒന്നും കൂടെ എളുപ്പമാണ്. അപ്പോൾ ആ രൂപത്തിലാണ് ഈ സർക്യൂട്ട് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ആ സർക്യൂട്ടിൻ്റെ പിന്നെ ഈക്വലൻ്റ് ആയിട്ടുള്ള ഒരു സർക്യൂട്ടാണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്. അപ്പോൾ ഓരോ ബിറ്റിന് അനുസൃതമായിട്ടും രണ്ട് റെസിസ്റ്റേഴ്സ് ഉണ്ടാകും. അഥവാ R to R എന്ന രൂപത്തിലുള്ള റെസിസ്റ്റേഴ്സ് ഓരോ ബിറ്റിന് കറസ്പോണ്ടിങ് ആയിട്ടും ഉണ്ടാവുമെന്നാണ് ഈ സർക്യൂട്ടിൻ്റെ പ്രത്യേകത. ഇനി പറയുന്നത് ഒന്ന് വായിച്ച് നോക്കാം. ദ R to R റെസിസ്റ്റർ ലാഡർ നെറ്റ്വർക്ക് യൂസ് ജസ്റ്റ് 2 റെസിസ്റ്റർ വാല്യൂസ് ആണ്. ഒന്ന് ബേസ് വാല്യൂ 6 ആണെങ്കിൽ അതിൻ്റെ അടുത്ത റെസിസ്റ്റർ 2R എന്നുള്ള വാല്യൂ ആണ് ഉള്ളത്. പറഞ്ഞു കഴിഞ്ഞല്ലോ. അത് ഒരു റെസിസ്റ്റർ പിന്നെ 6 ആണെങ്കിൽ അടുത്ത റെസിസ്റ്റർ ഒരു ബിറ്റിൽ ഉപയോഗിക്കേണ്ട അടുത്ത റെസിസ്റ്റർ 2R ആയിരിക്കും. അപ്പോൾ എത്ര ബിറ്റുകളാണെങ്കിലും ഈ രൂപത്തിൽ തന്നെ ആയിരിക്കും. R to R എന്നുള്ള രൂപത്തിലായിരിക്കും ഉണ്ടാവുക. ഉദാഹരണമായിട്ട് നമ്മൾ 1K റെസിസ്റ്ററാണ് 6 ആയിട്ട് ഉപയോഗിക്കുന്നതെങ്കിൽ 2K റെസിസ്റ്റർ ആയിരിക്കും 2R ആയിട്ട് വേണ്ടത്. അഥവാ Rൻ്റെ thus 2R is always twice the value of R. 2R ആണല്ലോ. അപ്പോൾ R എന്താണോ അതിൻ്റെ ഇരട്ടിയുള്ള വാല്യൂ ആയിരിക്കും 2Rൽ വരുന്നത് എന്നാണ് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ മച്ച് ഈസിയർ ടു മെയിൻറ്റെയിൻ ദ റിക്വയർഡ് അക്യുറസി ഓഫ് ദ റെസിസ്റ്റർ എന്നാണ് എലോങ് ദ ലാഡർ നെറ്റ്വർക്ക് കമ്പയർ ടു വെയ്റ്റഡ് റെസിസ്റ്റർ DAC. ഇതിൻ്റെ വാല്യൂ ഇങ്ങനെ ആയതുകൊണ്ട് തന്നെ മറ്റതിനെ അപേക്ഷിച്ച് ഇതൊന്ന് എളുപ്പമായിരിക്കും മെയിൻറ്റെയിൻ ചെയ്യാൻ എന്നുള്ള കാര്യമാണ് ഇവിടെ പറയുന്നത്. ഫസ്റ്റത്തേൽ നമ്മൾ പറഞ്ഞല്ലോ 2n(r) വരെ ഉപയോഗിക്കണം. അത് വെയ്റ്റഡ് റെസിസ്റ്റേഴ്സ് ആയതുകൊണ്ട് തന്നെ, ബൈനറി വെയ്റ്റഡ് റെസിസ്റ്റേഴ്സ് ആയതുകൊണ്ട് തന്നെ ആ വാല്യൂസ് അങ്ങനെ ആയതുകൊണ്ട് അത് മെയിൻറ്റെയിൻ ചെയ്യാൻ അല്പം പ്രയാസമാണ് ഇതിനെ കമ്പയർ ചെയ്യുമ്പോൾ.
ഇനി ഇൻവേർട്ടഡ് ആർ ടു ആർ ലാഡർ ടൈപ്പാണ്. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ടത് ഈ ലാസ്റ്റ് രണ്ട് സർക്യൂട്ടുകളും അഥവാ ആർ ടു ആർ ലാഡർ ടൈപ്പ് ഡി എ സിയും അടുത്തതായിട്ടുള്ള ഇൻവെർട്ടഡ് ആർ ടു ആർ ലാഡർ ടൈപ്പ് ഡി എ സിയും രണ്ടും സർക്യൂട്ടിലൊക്കെ സെയിം ആയിരിക്കും. പക്ഷേ ഇവിടെ ഉപയോഗിക്കുന്ന ആംപ്ലിഫയർ ഓപ്പാമ്പ് അത് ടു ആർ ലാഡർ ടൈപ്പിൽ അത് നോൺ ഇൻവെർട്ടിംഗ് ആയിരിക്കും. അതുകൊണ്ട് അവിടെ പ്രത്യേകിച്ച് നോൺ ഇൻവെർട്ടിംഗ് എന്ന് പറയുന്നില്ല. നോൺ ഇൻവെർട്ടിംഗ് ഔട്ട്പുട്ടാണ് അത് തരുന്നത്. പക്ഷേ ഈ ഇൻവെർട്ടഡിൽ ആംപ്ലിഫയർ എന്തായിരിക്കും? ഇൻവെർട്ടിംഗ് ആംപ്ലിഫയർ ആയിരിക്കും. ഇൻവെർട്ടഡ് ആയിട്ടുള്ള ഔട്ട്പുട്ടാണ് അവിടെ തരുന്നത്. അപ്പോൾ അത് മാത്രമാണ് അവിടെയുള്ള വ്യത്യാസം. അപ്പോൾ ആർ ടു ആർ ലാഡർ ടൈപ്പും ഇൻവെർട്ടഡ് ആർ ടു ആർ ലാഡർ ടൈപ്പും സർക്യൂട്ടിലൊക്കെ സെയിം ആണെങ്കിൽ പോലും ആംപ്ലിഫയറിൻ്റെ സെഷൻ മാത്രമാണ് വ്യത്യാസമായി വരുന്നത്. അപ്പോൾ രണ്ടും ഏകദേശം സെയിം ആണ്. പക്ഷേ ഈ ഒരു ഭാഗം മാത്രം, ഔട്ട്പുട്ടിന് മുമ്പായിട്ടുള്ള ആ ഭാഗം മാത്രം ഒന്ന് നോൺ ഇൻവെർട്ടിങ്ങും അടുത്തത് ഇൻവെർട്ടിങ്ങും ആയിട്ടാണ് ഔട്ട്പുട്ട് ലഭിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു രൂപമാണ് അവിടെ കാണിക്കുന്നത്. ഇത് ഇൻവെർട്ടിംഗ് ആണ്. ഇൻവെർട്ടിംഗ് ഇപ്പോൾ പറഞ്ഞ ലാഡർ ടൈപ്പ് നോക്കുക. ഇതാണ് അതിൻ്റെ സർക്യൂട്ട്. ബാക്കിയുള്ള ഭാഗങ്ങളൊക്കെ സെയിം ആണ്. നോക്കാം, ഇവിടെ ആർ ടു ആർ ഉണ്ട്, ഇവിടെയും ആർ ടു ആർ ഉണ്ട്, ആർ ടു ആർ ഉണ്ട്, ആർ ടു ആർ ഉണ്ട്. ആ രൂപത്തിലാണ് ഇവിടെ ഉള്ളത്. ഈ ആംപ്ലിഫയർ എന്ന് പറയുന്നത് ഇൻവെർട്ടിംഗ് ആയിരിക്കും എന്നാണ് പറയുന്നത്. അപ്പോൾ ഇൻവെർട്ടിംഗ് ആംപ്ലിഫയർ ആണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. ഫൈനലായിട്ട് വി ഒ എന്നുള്ള ഔട്ട്പുട്ട്, അതുപോലെ നമ്മുടെ വി റെഫറൻസ് ഒക്കെ ഇവിടെയുണ്ട്. അതുപോലെ നമ്മുടെ ബിറ്റുകൾ കൊടുക്കുക ഈ ഭാഗത്തായിരിക്കും. ഈ സ്വിച്ചിന് താഴെയായിട്ട് S0, S1, S2, S3 ഡിജിറ്റലി കൺട്രോൾഡ് സ്വിച്ചാണ്. അപ്പോൾ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് ഡിജിറ്റൽ ഇൻപുട്ട് ബിറ്റുകൾ നമ്മൾ കൊടുക്കുന്നു. അപ്പോൾ ഇതാണ് ആർ ടു ആർ ഇൻവെർട്ടിംഗ് ലാഡർ ഡി എ സിയുടെ സർക്യൂട്ട് ഡയഗ്രാം. നമ്മൾ ആദ്യം പറഞ്ഞ സർക്യൂട്ട് ഡയഗ്രാം ഇത് നോൺ ഇൻവെർട്ടിംഗ് ആണ്. ഇവിടെ ഈ രൂപത്തിലാണ് ഉണ്ടാവുക. ഇവിടെ ഈ ആംപ്ലിഫയർ എന്ന് പറയുന്നത് നോൺ ഇൻവെർട്ടിംഗ് ആയിരിക്കും. അപ്പോൾ അതാണ് ഇത് തമ്മിലുള്ള മെയിൻ വ്യത്യാസം. ഇനി നെക്സ്റ്റ് ഭാഗം എന്ന് പറയുന്നത് ഇതിൻ്റെ അപ്ലിക്കേഷനാണ്. ഡി എ സി അതിൻ്റെ അപ്ലിക്കേഷൻ ഏതൊക്കെ കാര്യത്തിലാണ് ഡി എ സി ഉപയോഗിക്കുന്നത്? ഇതിൽ ഫസ്റ്റത്തേത് ഓഡിയോ ആംപ്ലിഫയർ ആണ്. ഓഡിയോ ആംപ്ലിഫയറിലെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് ഡി എ സി. ഡിജിറ്റൽ ഇൻപുട്ടുകളെ ആംപ്ലിഫൈ ചെയ്യുന്നതിന് മുമ്പ് അനലോഗിലേക്ക് കൺവേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഡി എ സി ഉപയോഗിക്കുന്നു. അപ്പോൾ ഓഡിയോ ആംപ്ലിഫയറിലെ പ്രധാനപ്പെട്ട ഒരു പോർഷനാണ് ഡിജിറ്റൽ ടു അനലോഗ് കൺവേർട്ടർ. അടുത്തത് വീഡിയോ എൻകോഡറാണ്. വീഡിയോ ഡീകോഡ് എൻകോഡ് ചെയ്യുമ്പോൾ എൻകോഡർ സർക്യൂട്ടിൽ ഇതുപോലെ ഡിജിറ്റൽ സിഗ്നലിനെ ഡിജിറ്റലിലേക്ക് തന്നെ എന്ത് ചെയ്യണം, അതിൻ്റെ റെസൊല്യൂഷനൊക്കെ കൂട്ടാൻ വേണ്ടിയിട്ട് ഡിജിറ്റൽ സിഗ്നലിനെ ഡിജിറ്റലായിട്ട് തന്നെ വീഡിയോ സിഗ്നലായിട്ട് തന്നെ കൺവേർട്ട് ചെയ്യേണ്ടി വരും. അപ്പോൾ അവിടെയും അതിന് മുമ്പായിട്ട് അനലോഗ് കൺവേർട്ട് ചെയ്യുന്നതിന് മുമ്പായിട്ട് ഡിജിറ്റൽ സിഗ്നലിനെ ആദ്യം ഡിജിറ്റൽ സിഗ്നലായിട്ട് ഒന്നും കൂടെ ഫിൽറ്റർ ചെയ്തെടുത്തിട്ട് അതിനെ എന്ത് ചെയ്യുന്നു, അനലോഗ് സിഗ്നലായിട്ട് കൺവേർട്ട് ചെയ്യുന്നു വീഡിയോ എൻകോഡറിൽ. ഡിസ്പ്ലേ ഇലക്ട്രോണിക്സിലും അതുപോലെ ഡി എ സി ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ പ്രധാനപ്പെട്ട ഈ 3 ആപ്ലിക്കേഷനാണ് ഡി എ സിക്കുള്ളത്. ഒന്ന് ഓഡിയോ ആംപ്ലിഫയർ, വീഡിയോ എൻകോഡർ, അതുപോലെ ഡിസ്പ്ലേ ഇലക്ട്രോണിക്സ്. അപ്പോൾ ഇത്രയാണ് ഡിജിറ്റൽ ടു അനലോഗ് കൺവേർട്ടറിനെ കുറിച്ച് ബ്രീഫായിട്ട് പറയാനുള്ളത്. ഇതുപോലെ അടുത്ത വരുന്ന ഭാഗം എ ഡി സി ആണ്, അഥവാ അനലോഗ് ടു ഡിജിറ്റൽ കൺവേർട്ടർ.
അതിലും ഈ രൂപത്തിലുള്ള ക്ലാസിഫിക്കേഷൻസ് ഒക്കെ ഉണ്ട്. അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാവുന്നതാണ്.